ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി പ്രീതി ടി പ്ലാന്റ് ബ്രീഡിംഗ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇന്ന് കിസാൻ വാണിയിൽ പാമ്പാടുംപാറ കാർഡമം റിസർച്ച് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീമതി പ്രീതി ടി ആണ് നമ്മോടൊപ്പമുള്ളത്. പ്ലാന്റ് ബ്രീഡിങ് അതുപോലെ ജനറ്റിക്സ് എന്ന വിഷയത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. ഏലത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് കൃഷികളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം മാഡം. നമസ്കാരം മാഡം, ഈ പ്ലാന്റ് ബ്രീഡിങ് അതുപോലെ ജനറ്റിക്സ് എന്ന് പറയുമ്പോൾ വിശദമായിട്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? ഇത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിയുമ്പോൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. ഞാനിതിൻ്റെ മലയാളത്തിൽ ഈ ഡിസിപ്ലിന് പറയുന്നത് സസ്യപ്രജനന ജനിതക ശാസ്ത്ര വിഭാഗം എന്നാണ്. പേര് പോലെ തന്നെ സൂചിപ്പിക്കുന്നത് എങ്ങനെ നല്ല വെറൈറ്റീസ്, നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കാം, എങ്ങനെ നമുക്കതിനെ ഉരുത്തിരിച്ചെടുക്കാം, അത് മറ്റുള്ള സാഹചര്യങ്ങൾ എങ്ങനെ അതിൻ്റെ പെർഫോമൻസ് നന്നായി നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ടോ, അതിൻ്റെ ഈൽഡ് ഏത് ലെവലിൽ കിട്ടുന്നു, ഏതെല്ലാം സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഏതെല്ലാം എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിൽ ഈ ഇനങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ഇവയുടെ പെർഫോമൻസ് ഓരോ സിറ്റുവേഷൻസിൽ മാറി വരുന്നുണ്ടോ, അതല്ല എല്ലാ സിറ്റുവേഷൻസിലും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഇനങ്ങളുണ്ടോ, അതുപോലെ ഏത് ചെടി നോക്കിയാലും ആ ചെടിക്ക് ഏതെങ്കിലും പെസ്റ്റ് ആൻഡ് ഡിസീസ് രോഗകീടബാധകൾ ഉണ്ടാവും. പക്ഷേ ഒരു ചെടിയിൽ തന്നെ പല ജനിതക കണ്ടന്റ് അല്ലെങ്കിൽ ജനിതക മേക്കപ്പ്, ജനറ്റിക് മേക്കപ്പ് ഉള്ള ആക്സഷൻസ് അല്ലെങ്കിൽ ഇനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഇനങ്ങളെ നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ നിന്നും കീടരോഗബാധ കുറവുള്ള ഇനങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതെല്ലാമാണ് കൂടുതലായിട്ട് ഈ ശാസ്ത്രശാഖയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ രീതിയിൽ ഏലം വികസിപ്പിച്ചെടുത്തിട്ട് അത്തരത്തിലുള്ള ഏലങ്ങൾ വെറൈറ്റി ആയിട്ട് ഇവിടുന്ന് നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുത്ത അത്തരം ഏല ഇനങ്ങളുണ്ടോ, അത് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണോ, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? ഏല ഗവേഷണ കേന്ദ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ 4 ഇനങ്ങൾ ഉരുത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. KUPV1, KUPV2, KUPV3, KUPV5. ഈ 4 ഇനങ്ങളും നമ്മൾ വികസിപ്പിച്ചെടുത്തത് ഏകദേശം 10 വർഷത്തെ നമ്മുടെ ഗവേഷണ ഫലങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് നമ്മുടെ സ്റ്റേഷനിൽ ഏകോപിത ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോഗ്രാം ഓൺ സ്പൈസസ് എന്ന ഒരു പ്രോജക്റ്റ് 1972 തൊട്ട് നമ്മുടെ സ്റ്റേഷനിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഏലം പ്ലാന്റ് ചെയ്ത് ഏലച്ചെടി നട്ട് അതിൻ്റെ ഓരോരോ ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്ത്, അതായത് നമുക്കറിയാം ഏലത്തിൻ്റെ തന്നെ ഏറ്റവും അധികം ഈൽഡ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, അതിൻ്റെ വിളവ് നോക്കിക്കഴിയുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ശരത്തിൻ്റെ നീളം, ശരത്തിലുള്ള കൊത്തിൻ്റെ എണ്ണം, ഒരു കൊത്തിലുള്ള കായകളുടെ എണ്ണം, കായിലുള്ള വിത്തുകളുടെ എണ്ണം, ഇതിനെയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് നല്ല ഇനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റേഷനിലുള്ള നല്ല ഇനങ്ങൾ, അതായത് കൂടുതൽ വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേഷനിൽ ജേംപ്ലാസം സംരക്ഷിച്ചു വരുന്നുണ്ട്. ഫീൽഡ് ജീൻ ബാങ്ക് ആയിട്ടാണ് അത് സംരക്ഷിച്ചു വരുന്നത്. അതായത് നമ്മുടെ ഫാമിൽ 200ഓളം ഏലം ഇനങ്ങൾ കാലാകാലങ്ങളായിട്ട് സംരക്ഷിച്ചു വരുന്നു. 1952 നമ്മുടെ സ്ഥാപനം രൂപം കൊണ്ടത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആക്സഷൻസ് ഈ ജേംപ്ലാസത്തിൽ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്നും നല്ല ഇനങ്ങൾ ഓരോ വർഷവും ഇതിൻ്റെ ഓരോ ഒബ്സർവേഷൻസ് എടുത്ത് നല്ല ഇനങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇത്തരം ഇനങ്ങൾ അടുത്ത ലൊക്കേഷനുകളിൽ ഈ AICRP ഓൺ സ്പൈസസ് എന്ന പ്രോജക്റ്റിൻ്റെ കീഴിലായിട്ട് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ ഒബ്സർവേഷൻസ്, ഈ പറഞ്ഞ ശരത്തിൻ്റെ നീളം, തട്ടകളുടെ എണ്ണം,
എത്ര കൊത്തുണ്ട്, ഒരു കൊത്തിൽ എത്ര ക്യാപ്സ്യൂൾസ് ഉണ്ട്, ഇതിനെയെല്ലാം നോക്കി. ഇതെല്ലാം ഏകദേശം ഒരു നട്ട് 3 വർഷം കഴിയുമ്പോഴാണ് ഏലത്തിൽ ഈൽഡ് ലഭിക്കുന്നത്. ആ ഈൽഡ് ഒന്ന് സ്റ്റേബിൾ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒബ്സർവേഷൻ എടുക്കണമെങ്കിൽ. ഒരു 4-5 വർഷം ആകുമ്പോഴാണ് നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും മിനിമം 3 വർഷത്തെ ഒബ്സർവേഷൻസ് നമുക്ക് വേണം. ആ ഒബ്സർവേഷൻസ് വെച്ച് ഓരോ സ്ഥലത്തെയും ഒബ്സർവേഷൻസ് എടുത്ത് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ സമയത്തെ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ട് ഫാമേഴ്സ് കരുതപ്പെടുന്ന വെറൈറ്റീസ് ആ സമയത്ത് ഇതിൻ്റെ കൂടെ നടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു താരതമ്യ പഠനം നടത്തുന്നത്. അങ്ങനെ പഠനം നടത്തി കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന, ഏറ്റവും നന്നായിട്ട് വിളവ് തരുന്ന ഇനങ്ങൾ നമ്മൾ ആ പഠനത്തിലൂടെ തിരഞ്ഞെടുക്കുകയും അത് പിന്നീട് സ്റ്റേറ്റ് വെറൈറ്റി റിലീസ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ 4 ഇനങ്ങളും വെറൈറ്റി സ്റ്റാറ്റസിലോട്ട് കൊണ്ടുവന്നത്. ഇത് കൂടാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫീൽഡിൽ സൂക്ഷിക്കുന്ന ജൈംപ്ലാസത്തിൽ ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് സവിശേഷതകളുള്ള ഇനങ്ങളുണ്ട്. അതായത് ശരം താഴത്തേക്കൂടെ പോകുന്നത്, മുകളിൽ കൂടെ പോകുന്നത്, ശരം തട്ടയുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്യൂഡോസ്റ്റെമിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്നത്, പിന്നെ സ്യൂഡോസ്റ്റെമിൽ ബ്രൗൺ കളർ കാണപ്പെടുന്നത്, പിന്നെ കായയുടെ വലിപ്പം അനുസരിച്ച് പല ടൈപ്പുകളുണ്ട്. കായ നീണ്ടുരുണ്ടതുണ്ട്, കായ നീണ്ടുരുണ്ട് മെലിഞ്ഞതുണ്ട്, ഉണ്ടക്കായകളുണ്ട്, പിന്നെ ഇങ്ങനെ വര പോലെ കാണുന്ന, അതായത് ശരിക്കും റിഡ്ജ് പോലെ കാണപ്പെടുന്ന കായകൾ. അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരമായ ഇനങ്ങൾ നമ്മൾ ഈ ജൈംപ്ലാസത്തിൽ സംരക്ഷിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇനങ്ങൾക്കും ഓരോ ജനറ്റിക് മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഓരോ ഇനങ്ങളും ഓരോ രീതിയിലായിരിക്കും ഓരോ സ്ഥലത്തും പെർഫോം ചെയ്യുക. അതിൻ്റെ ഒരു പുറത്തേക്കുള്ള അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല രീതിയിലായിരിക്കും അത് കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്കൊരു പെസ്റ്റ് ആൻഡ് ഡിസീസ് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടുതുരപ്പൻ ഓരോ ചെടിക്കും ഓരോ രീതിയിലാണ് ബാധിക്കുക. തട്ടയ്ക്ക് വണ്ണം കുറഞ്ഞ ചെടിയാണെങ്കിൽ തണ്ടുതുരപ്പൻ സാധാരണ രീതിയിൽ വളരെ കുറവായിരിക്കും. അതേസമയം തട്ടയ്ക്ക് വണ്ണം കൂടുതലാണെങ്കിൽ തണ്ടുതുരപ്പൻ അതിന് കൂടുതലാണ്. ഇതിനെല്ലാത്തിനും പുറമെ ഈ ഏലത്തിനെ നമുക്ക് ജനിതകപരമായിട്ട് 3ആയിട്ട് തിരിക്കാം. മലബാർ ടൈപ്പുകൾ, മൈസൂർ ടൈപ്പുകൾ, വഴുക്ക ടൈപ്പുകൾ. ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏല ഇനങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഈ മലബാർ ഇനങ്ങളാണെങ്കിൽ പൊതുവെ അതിന് ചെടിക്ക് സൈസ് കുറവും ശരം താഴത്തേക്കൂടെ പോകുന്നതുമായിരിക്കും. അങ്ങനെയുള്ള ഇനങ്ങൾക്ക് വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവയ്ക്ക് തണ്ടുതുരപ്പനും ചൊറിയും വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതേസമയം ഇതിന് അഴുകൽ കൂടുതലാണ്. അതുകൊണ്ട് മലബാർ ഇനങ്ങൾ നമ്മളെപ്പോഴും ചരിവുള്ള പ്രദേശങ്ങളിൽ നടാൻ ശ്രമിക്കേണ്ടതാണ്. ചരിവ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ നട്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കായ അഴുകി പോകാനുള്ള സാധ്യത ഇത്തരം ഇനങ്ങൾക്കുണ്ട്. അതേസമയം മൈസൂർ ടൈപ്പുകൾ അല്ലെങ്കിൽ വഴുക്ക ടൈപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്തരം ഇനങ്ങളുടെ ചെടികൾക്ക് നല്ല സൈസ് ഉണ്ടായിരിക്കുകയും നല്ല ഈൽഡ് തരികയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് തണ്ടുതുരപ്പൻ രോഗങ്ങളും ചൊറിയും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതേസമയം മലബാറിന് നേരെ വിപരീതമായിട്ട് അഴുകൽ രോഗങ്ങൾ താരതമ്യേന കുറവായിട്ടാണ് മൈസൂർ വഴുക്ക ഇനങ്ങളിൽ കണ്ടുവരുന്നത്. അതുപോലെ മൈസൂർ വഴുക്ക ഇനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് വിളവ് തരുന്ന ഒരു ഇനമാണെന്ന്. അതിന് നല്ല രീതിയിൽ ഇൻപുട്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് വളപ്രയോഗം അതേ രീതിയിൽ നടത്തണം, സസ്യ സംരക്ഷണ ഉപാധികൾ ആ രീതിയിൽ ഉപയോഗിക്കണം. ഈ ഇനങ്ങൾക്ക് പക്ഷെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് താരതമ്യേന കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇതാണ് നമുക്ക് സാധാരണയായിട്ട് ഏലത്തിന് ജനിതകപരമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. ഇത് കൂടാണ്ട് ഈയിടെയായിട്ട് ഒരു 2-3 വർഷമായിട്ട് നമുക്ക് ഏലത്തിൽ ബ്രാഞ്ചസ് ആയിട്ടുള്ള ശരങ്ങൾ കാണുന്നുണ്ട്. ഓരോ ശരം പൊട്ടി ചെറിയ ചെറിയ ശരങ്ങളായിട്ട് അതിൽ നിന്ന് പിന്നെയും ശരം പൊട്ടി മൊത്തം ബ്രാഞ്ചസും, അല്ലെങ്കിൽ ശരത്തിൻ്റെ അറ്റത്ത് മാത്രം ബ്രാഞ്ചസ് കാണുന്നതും, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ മാത്രം ബ്രാഞ്ചസ് കാണുന്നതും, അങ്ങനെ പല ടൈപ്പിലായിട്ട് ബ്രാഞ്ചിങ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മിക്കവാറും കേസുകളിൽ ഇത്തരം ബ്രാഞ്ചസ് കാണുന്ന ഏലങ്ങളിൽ അതിൻ്റെ ക്യാപ്സ്യൂൾ സൈസ് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. ഒരു ഡ്രോബാക്കാണ്. അതുപോലെ തന്നെ ഇത്തരം ബ്രാഞ്ചിങ് കാണിക്കുന്ന ചെടികളിൽ പക്ഷെ നമുക്ക് അതേസമയം ബ്രാഞ്ചിങ് ഉള്ള ചില ചെടികളിൽ എന്നാൽ നമുക്ക് ഈ പറയുന്ന പോലെ കായ്ക്ക് അത്ര സൈസ് കുറവ് കാണുന്നുമില്ല. പക്ഷെ അത് വളരെ കുറവായിട്ട് ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുള്ളൂ.
പിന്നെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് കൂടാണ്ട് നമ്മൾ പ്ലാനിംഗ് ബോർഡിൻ്റെ കുറേ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് പോപ്പുലറൈസേഷൻ ഓഫ് KU കാർഡമം വെറൈറ്റീസ്. എനിക്ക് തോന്നുന്നു 2000 നമ്മൾ PV2 റിലീസ് ചെയ്ത്. പക്ഷെ എന്നാൽ പോലും അത് പല ഫാമേഴ്സ് അഡോപ്ഷൻ അത്തരം വെറൈറ്റികളിൽ വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ഇതിനോടകം തന്നെ വെൺമണി പോലുള്ള സ്ഥലങ്ങളിൽ ഫീൽഡ് ഇട്ട് കഴിഞ്ഞു. ഏലം കൃഷി ചെയ്യുന്ന കർഷകർക്ക് അറിയാൻ സാധിക്കും, വെൺമണി പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു നോൺ ട്രഡീഷണൽ ഏരിയയാണ്. ഏലം സാധാരണ കൃഷി ചെയ്യാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മുടെ ഈ പറയുന്ന എല്ലാ വെറൈറ്റീസും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫാർമർ ഫീൽഡിലാണ്. അതിൻ്റെ ഒരു റെസ്പോൺസ് നോക്കി നമുക്കൊരു അനാലിസിസിലോട്ട് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇനിയും അതുപോലെ വാഴത്തോപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന നമ്മുടെ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റിലുള്ള അടുത്ത ലൊക്കേഷനുകളിൽ നമ്മൾ വരും ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലുള്ള ഫാമേഴ്സിന് നമ്മുടെ വെറൈറ്റീസ് പരിചയപ്പെടാനും വെറൈറ്റീസ് കണ്ട് മനസ്സിലാക്കാനും അതുപോലെ ഓരോ ലൊക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോജക്റ്റുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ജനറ്റിക് സ്റ്റെബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിലും ഇതുപോലെ തന്നെയാണ്. ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റിലും നമ്മൾ ഇത്തരം പ്ലാൻസ് കൊണ്ടുവന്ന് ഇവയുടെ റെസ്പോൺസ് നോക്കുന്നുണ്ട്. ഇടുക്കി തന്നെ മെയിൻലി 4 അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റ് ആണുള്ളത്. സദേൺ ഹൈ ഹിൽസ്, സദേൺ സെൻട്രൽ ആൻഡ് ഫൂട്ട് ഹിൽസ്, കുമളി ഹിൽസ്, ദേവികുളം ഹിൽസ്. ഇതാണ് പ്രധാനമായിട്ടും ഏലം കൃഷി ചെയ്യുന്ന അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റ്സ്. ഈ യൂണിറ്റ്സിലെല്ലാം നമ്മൾ ഈ നമ്മുടെ വെറൈറ്റീസ് പ്ലാൻ ചെയ്ത് റിസൾട്ട് നോക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടാണ്ട് കേരളത്തിൽ വയനാട് ഏലം കൃഷി ചെയ്യുന്നുണ്ട്, പാലക്കാട് ഏലം കൃഷി ചെയ്യുന്നുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലും നമ്മൾ ഫീൽഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കംപ്ലീറ്റായി വരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള റിസൾട്ടും നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ മൾട്ടി ഡിസിപ്ലിനറി പ്രോജക്റ്റാണ് ICAR NISF ഫണ്ടഡ് പ്രോജക്റ്റ്. അതിൽ പ്രധാനമായിട്ട് ലീഡിംഗ് സെൻ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് IISR ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. നമ്മൾ കോപ്പറേറ്റിംഗ് സെൻ്ററാണ് കാർഡമം റിസർച്ച് സ്റ്റേഷൻ. മറ്റൊരു കോപ്പറേറ്റിംഗ് സെൻ്ററാണ് IISRI, അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവരുടെ എല്ലാ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഏലത്തിൽ ബയോടെക്നോളജി അപ്ലൈ ചെയ്ത് നല്ല ഇനങ്ങളെ നമുക്ക് ഏലച്ചെടികളുടെ ആരംഭദശയിൽ തന്നെ എങ്ങനെ അതിനെ തിരഞ്ഞെടുക്കാൻ പറ്റും എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ശരത്തിന് നീളമുള്ള ഇനങ്ങളെ നമുക്ക് ആദ്യമേ തന്നെ, അതായത് വെജിറ്റേറ്റീവ് ഫേസിൽ തന്നെ ശരം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന് പറ്റിയ ഒരു മോളിക്കുലർ മാർക്കർ നമ്മൾ ഇതിലൂടെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കൂടാണ്ട് കേര പ്രോജക്റ്റ് നമ്മളിവിടെ റൺ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളാണ് നടത്തുന്നത്. കേര പ്രോജക്റ്റ് ഏലത്തിൻ്റെ ഉണ്ട്, കുരുമുളകിൻ്റെ ഉണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. ഇവിടെയും POP ബേസ്ഡ് പ്രോജക്റ്റുകളാണ്. ഓരോ പ്രോജക്റ്റിലും നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ട്. ഏത് ട്രീറ്റ്മെൻറ്റാണ് ബെറ്റർ എന്നറിയാൻ വേണ്ടി. കേര പ്രോജക്റ്റിൽ അതേപോലെ POP ബേസ്ഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. അതുപോലെ സോയിൽ ടെസ്റ്റ് ബേസ്ഡ് POP ആപ്ലിക്കേഷൻ. POP എന്ന് ഉദ്ദേശിക്കുന്നത് പാക്കേജ് ഓഫ് പ്രാക്ടീസസ് ആണ്. നമ്മുടെ ഓരോ സയൻറ്റിസ്റ്റുമാരുടെയും കണ്ടെത്തലുകൾ, ഓരോ വിളകളിലുള്ള കണ്ടെത്തലുകൾ ഓരോ വർഷം ഈ പാക്കേജ് ഓഫ് പ്രാക്ടീസസിൽ കൊണ്ടുവരികയും ഇത് കർഷകർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് കർഷകർക്ക് അവരുടെ കൃഷി കൂടുതൽ ശാസ്ത്രീയപരമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കണ്ടെത്തലുകൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള POPകളിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കേര പ്രോജക്റ്റിൽ ഓരോ ട്രീറ്റ്മെൻറ്റ്, മെയിനായിട്ട് 5 ട്രീറ്റ്മെൻറ്റാണ്. ഓരോ ട്രീറ്റ്മെൻറ്റ് ഓരോ രീതിയിലാണ്. ആ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ഈ ചെടികൾക്ക് കൊടുത്ത് ചെടികളിൽ കാണിക്കുന്ന വ്യത്യാസങ്ങൾ നമ്മൾ പഠനവിധേയമാക്കുകയും നല്ല ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് അതിൽ നിന്നും തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ഡിവിഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। മേഡം, അതുപോലെ തന്നെ ഈ PV1, PV2, PV3, PV5 എന്നീ ഇനങ്ങളാണ് ഏലം ഇവിടുന്ന് പ്രധാനമായിട്ട് വികസിപ്പിച്ചെടുത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അവയിൽ ഏതാണ് ഏറ്റവും മികച്ചതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്? PV1 മലബാർ ഇനമാണ്. താരതമ്യേന അതിന് വിളവ് കുറവാണ്. എന്നാൽ അത് നമുക്ക് ഓർഗാനിക് ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ ഏറ്റവും മികച്ച ഒരു ഇനമാണ്. കാരണം അതിന് ഈ ചൊറി, തണ്ടുതുരപ്പൻ തുടങ്ങിയ രോഗകീടബാധകൾ വളരെ കുറവായിട്ടാണ് കണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജലസേചന സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലും മലബാർ ഇനങ്ങൾ കൃഷി ചെയ്യാവുന്നതാണ്. PV3യും മലബാർ ഇനമാണ്. അതിനും ഈ പറഞ്ഞ സവിശേഷതകൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ PV1ഉം PV3യും നമ്മൾ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ PV3ക്കാണ് വിളവ് കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. PV2ഉം PV5ഉം വഴുക്ക ടൈപ്പാണ്. PV2വിനും PV5ഉം നല്ല ഡ്രൈ റിക്കവറി പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് മലബാർ ഇനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. മലബാർ ഇനങ്ങൾ 16-18% ഉണക്കരാശി അല്ലെങ്കിൽ ഡ്രൈ റിക്കവറി തരുമ്പോൾ വഴുക്ക ഇനങ്ങൾ 20, 21 അപ് ടു 23-24% വരെ കണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ഇനങ്ങൾ കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഏറ്റവും നല്ല ഇനങ്ങൾ PV2ഉം PV5ഉമാണ്. അതുപോലെ തന്നെ ഇത്തരം ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണ്. ജലസേചനം നല്ല രീതിയിൽ നൽകണം. ചെടികൾക്ക് വളപ്രയോഗം നല്ല രീതിയിൽ കൊടുക്കണം. സസ്യ സംരക്ഷണ ഉപാധികൾ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. ഇതെല്ലാമാണ് ഈ PV2ഉം PV4ഉം നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ മലബാർ ഇനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് മലബാർ ഇനങ്ങൾ വളരെ നേരത്തെ നമുക്ക് കായ്ഫലം തരും. പക്ഷേ അതിൻ്റെ ഒരു ദൈർഘ്യം വളരെ കുറവാണ്. ഞെള്ളാണി പോലെയുള്ള ഒരു ഇനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഷം മുഴുവൻ നമുക്ക്, അതായത് ഒരു 8 തവണയെങ്കിലും നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമ്പോൾ മലബാർ ഇനങ്ങളുടെ വിളവെടുപ്പ് എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു 4-5 തവണയാണ് നമുക്ക് മലബാർ ഇനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് നേരത്തെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം വഴുക്ക ഇനങ്ങളാണെങ്കിൽ വിളവെടുപ്പ് നമ്പർ കൂടുതലായിരിക്കും. ഒരു 7-8 തവണ നമുക്ക് ഒരു വർഷം വഴുക്ക ഇനങ്ങൾ എടുക്കാം. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ വൈകിയാണ് കായകൾ പറിക്കാൻ രൂപപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സമയം വൈകിയായിരിക്കും ആ സമയം എത്തിച്ചേരുക. അതാണ് പ്രധാനമായിട്ട് ഈ ഇനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ഏറ്റവും അധികം ഈൽഡ് കണ്ടുവന്നിട്ടുള്ളത് PV2നും PV5നുമാണ്. PV3ക്കും നല്ല ഈൽഡ് ഉണ്ട്. പക്ഷേ PV3ക്ക് ഉണക്കരാശി കുറവാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു നമുക്ക് പറയാം. പക്ഷേ ദൗർബല്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണം നമ്മൾ ഓരോ ഇനങ്ങളും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആവശ്യം എന്താണ്? നമ്മൾ ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഞാൻ ശുപാർശ ചെയ്യുന്ന ഇനം എന്ന് പറയുന്നത് PV3 ആണ്. അതേസമയം അല്ല, നമ്മൾ ജൈവ രീതിയിലല്ല, ഒരു ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ഒരു കൃഷിയിടമാണെന്നുണ്ടെങ്കിൽ PV4 നമുക്കവിടെ കൃഷി ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഓരോ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം. അതുപോലെ ഈ ഇനങ്ങളിലുള്ള എസൻഷ്യൽ ഓയിലിൻ്റെ അളവ് എന്ന് പറയുന്നത് മാറി മാറിയിരിക്കും. അപ്പോൾ ഈ എസൻഷ്യൽ ഓയിലിൽ എക്സ്ട്രാക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ഒരു കൃഷി രീതിയാണെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിൽ കൂടുതലുള്ള PV3 ഇനം തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഓരോ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. മലബാറി ഇനങ്ങളെക്കാൾ അധികം വൾക്ക ഇനങ്ങൾക്കാണ് കൂടുതൽ വിളവുണ്ടാകുന്നതെന്നാണ് മാഡത്തിൻ്റെ അഭിപ്രായം. അല്ല, ഇവിടുന്ന് കൊടുക്കുന്നതാണേലും ആ രീതിയിലാണ് അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഏലം കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ വില ഉണ്ടോ? എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ പറയാം? നമ്മൾ ഇവിടുന്ന് വെറൈറ്റി സ്റ്റാറ്റസിലോട്ട് അല്ലെങ്കിൽ ഏലം ഇനങ്ങളായിട്ട് വികസിപ്പിച്ചെടുത്ത
അക്സഷൻസ് നമ്മുടെ ഇവിടുത്തെ ഫാം വഴി കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോ വർഷവും കൊടുക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷം കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ ബുക്ക് ചെയ്തത് അതിൻ്റെ അവൈലബിലിറ്റി നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓരോ ഇനങ്ങൾക്കും നമുക്ക് കേരള കാർഷിക സർവകലാശാല നിജപ്പെടുത്തി തന്നിരിക്കുന്ന വില എന്ന് പറയുന്നത് 100 രൂപ വെച്ചിട്ടാണ് ഓരോ ഇനങ്ങൾക്കും. ഈ വിലയിലാണ് നമ്മൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം മുമ്പ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ തട്ടകൾ ലഭ്യമാക്കാവുന്നതാണ്. അതല്ല തന്നാണ്ടാണ് ബുക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഒരു 10 to 20 തട്ടകളാണ് സാധാരണ രീതിയിൽ കൊടുത്തു വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷം മുമ്പാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് 100 തൊട്ട് 150 വരെ തട്ടകൾ കൊടുക്കാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് കാർഡമം റിസർച്ച് സ്റ്റേഷൻ പാമ്പാടുംപാറയിൽ നിന്ന് നടക്കുന്നത്. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പാമ്പാടുംപാറ കാർഡമം റിസർച്ച് സ്റ്റേഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇവിടുത്തെ ഫോൺ നമ്പർ കൂടി പറയാം. തട്ടകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 0486823663. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഓരോ ഡിവിഷനിലേക്കും നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഏലത്തട്ടകളൊക്കെ കർഷകർക്ക് വാങ്ങാവുന്നതാണ്, ഉപയോഗിക്കാവുന്നതാണ്. അത് ഓരോ കാലാവസ്ഥയ്ക്കും അനുസരിച്ചിട്ടുള്ള രീതിയിൽ വിവിധ ഇനങ്ങൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ആ തരത്തിലുള്ള ഇനങ്ങളും ഇവിടെ നിന്ന് ലഭ്യമാണ്. പാമ്പാടുംപാറ കാർഡമം റിസർച്ച് സ്റ്റേഷനിലെ ശ്രീമതി പ്രീതി ടി.ടി. ഇത്രയും നേരം പാമ്പാടുംപാറ കാർഡമം റിസർച്ച് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി വിശദീകരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി പ്രീതി ടി.ടിയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. തിപ്പല്ലി നിരവധി ഔഷധ ഗുണങ്ങൾ നിറഞ്ഞതാണ് തിപ്പല്ലി. കുരുമുളകിന്റെയും വെറ്റിലക്കൊടിയുടെയും വർഗത്തിൽപ്പെട്ട ചെടിയാണ് തിപ്പല്ലി. വിളഞ്ഞു പാകമായ കറുത്തുണങ്ങിയ തിരികളാണ് ഇവയ്ക്കുള്ളത്. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിന്റെ കൃഷിക്ക് യോജിച്ചതാണ്. പെപ്പർ ലോങ്ങം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ മരുന്നു ചെടി പെപ്പറേസി കുടുംബത്തിൽപ്പെടുന്നു. തിപ്പല്ലിയുടെ ചിനപ്പുകളോ തണ്ടുകളോ മുറിച്ചെടുത്തും വിളഞ്ഞു പാകമായ അരികൾ പാകിയും ഇവ നട്ടുവളർത്താം. ചുവട്ടിൽ നിന്നും പൊട്ടുന്ന ചിനപ്പുകളോ വേരു പിടിച്ചു വരുന്ന തണ്ടുകളോ മുറിച്ചു നടാം. മണ്ണ്, ചാണകപ്പൊടി എന്നിവ നിറച്ച പോളിത്തീൻ കവറുകളിൽ നട്ട് നന്നായി പിടിച്ച ശേഷം വേണം മാറ്റി നടാൻ. ഈ തൈകൾ ശക്തമായ മഴ നനയാത്ത സ്ഥലത്തേക്ക് മാറ്റിവയ്ക്കണം. ഇപ്രകാരം തയ്യാർ ചെയ്ത തൈകളിൽ നിന്നും ഏറ്റവും യോജിച്ച തൈകൾ നടാൻ ഉപയോഗിക്കാം. ജൂലൈ മുതൽ നവംബർ മാസം വരെ തൈകൾ നടുവാൻ യോജിച്ചതാണ്. ചാണകപ്പൊടിയും കമ്പോസ്റ്റും അടിവളമായി ചേർത്ത് ഇളകിയ കുഴികളിൽ തൈ നടാം. തൈകൾ തമ്മിൽ ആവശ്യമായ അകലവും നൽകണം. നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ ആദ്യ വർഷം തന്നെ ചിനപ്പുകൾ പൊട്ടി നന്നായി വളരും. കുരുമുളകിൻ്റേതുപോലെ കണ്ണി പൊട്ടി അതിൻ്റെ അരളുകൾ ഉണ്ടാകുന്നു. ഈ അരളുകളിൽ പൂവും തുടർന്ന് കടുകുമണി വലിപ്പത്തിൽ കായും ഉണ്ടാകും. കായകൾ പഴുക്കുമ്പോൾ പച്ച നിറം മാറി ഇവ കറുത്ത പോലെ വരും. അപ്പോൾ പറിച്ചുണക്കി സൂക്ഷിക്കാം. ദീർഘകാല വിളയായ തിപ്പല്ലി പഴയ തണ്ടുകൾ മുറിച്ച് കളഞ്ഞ് ചുവടിളക്കി വളമിട്ട് പരിചരിച്ചാൽ പതിറ്റാണ്ടുകൾ വരെ ചെടിയിൽ നിന്നും ആദായകരമായി വിളവെടുക്കുവാൻ കഴിയും. വേനൽക്കാലങ്ങളിൽ നനച്ചു കൊടുത്താൽ കൂടുതൽ നന്നായി വളരുകയും മികച്ച ആദായം ലഭിക്കുകയും ചെയ്യും. പുതയിടൽ നടത്തുന്നതും ഉചിതമാണ്. വർഷത്തിൽ 2-3 തവണയെങ്കിലും കളയെടുപ്പ് നടത്തി വളപ്രയോഗം നടത്താം. വളമായി ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി, മറ്റ് ജൈവവളങ്ങൾ എന്നിവ നൽകിയാൽ മതിയാകും. ഈർപ്പം കടക്കാത്ത സംഭരണികളിൽ നന്നായി ഉണങ്ങിയ തിപ്പലി കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാം. തിപ്പലി, ചെറുതിപ്പലി, ഹസ്തിത്തിപ്പലി, വൻതിപ്പലി, കുഴിത്തിപ്പലി, കാട്ടുതിപ്പലി, അത്തിത്തിപ്പലി, നീർത്തിപ്പലി എന്നിങ്ങനെ വിവിധ ഇനങ്ങളുണ്ട്. ഓരോ പ്രദേശത്തിനും ഏറ്റവും യോജിച്ച ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി നടത്താം. കർഷകരിൽ നിന്നോ കാർഷിക നഴ്സറികളിൽ നിന്നോ തൈകൾ വാങ്ങാം.
ആയുർവേദം, സിദ്ധ, യുനാനി എന്നീ വൈദ്യമുറകളിൽ ഒരു വിശിഷ്ട ഔഷധ മൂലികയായി തിപ്പലിയെ കാണുന്നു. തിപ്പലി കഴിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുവാൻ സഹായിക്കും. ഇവയെ ത്രികടുവിൻ്റെ ചുക്ക്, മുളക്, തിപ്പലി കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന് തിപ്പലിക്ക് കഴിവുണ്ട്. പിപ്പല്ലാസ്യവത്തിൻ്റെ പ്രധാന ഔഷധം തിപ്പലിയാണ്. തിപ്പലി ഒരു നല്ല കാസവിനാശിനി കൂടിയാണ്. തിപ്പലി ഉണങ്ങിയത് വാതം, കഫം, ചുമ തുടങ്ങിയവയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. രുചിയെ ഉണ്ടാക്കുകയും ഹൃദയപ്രസാദം വരുത്തുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണ് തിപ്പലി. ഉണങ്ങിയ തിപ്പലി പഴകിയാൽ ഏറ്റവും നല്ലതാണ്. നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയായി തിപ്പലി തനിച്ചും മറ്റു മരുന്നുകളോട് ചേർത്തും ഉപയോഗിച്ചു വരുന്നു. നിരവധി ഗുണങ്ങളുള്ള തിപ്പലിയെ കൂടി ഇടവിളയായി കൃഷിയിടത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം താനിന്റെ തൻപ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഹയ്യാ ഹയ്യാ ഹൈ ഹൈ ഹയ്യാ ഹയ്യാ